നമസ്കാരം, ഞാൻ അരുണ. ഞാൻ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചില നിബന്ധനകളോടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ അബോർഷൻ എന്ന് പറയാറുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇന്ത്യയിൽ ഡീൽ ചെയ്യുന്നത് 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലാണ്. ആ ആക്ട് പ്രകാരം 24 ആഴ്ചകൾ വരെ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. 20 ആഴ്ചകൾ വരെ ആണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ട്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനെ ബേസ് ചെയ്തും, 20 മുതൽ 24 വരെ ആഴ്ചകളാണെങ്കിൽ 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ഒപ്പീനിയൻസിൻ്റെ ആവശ്യമുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എല്ലാ സിറ്റുവേഷനിലും പെർമിസിബിൾ അല്ല. പെർമിസിബിളായ സിറ്റുവേഷൻസും ആക്ടിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഗ്നൻസിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനുകളിലെല്ലാം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ജനിക്കുന്ന കുട്ടിക്ക് മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫോമിറ്റീസ് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും മെഡിക്കൽ ടെർമിനേഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 വീക്സ് വരെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, 20 to 24 വീക്സ് വരെ 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെയും ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടാണ് ഇത് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ 24 വീക്സിന് മുകളിൽ ആയിട്ട് ചില കേസുകളിൽ, അതായത് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഇൽനെസ്സിൻ്റെ ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ട് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനത്തിനനുസൃതമായിട്ട് ടെർമിനേഷൻ അനുവദിക്കാറുണ്ട്. ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിലും മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ചില സിറ്റുവേഷനുകളിൽ 24 വീക്സിന് മുകളിൽ ഈ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഉണ്ട് എങ്കിൽ 24 വീക്സിന് മുകളിലും ചില സാഹചര്യങ്ങളിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അനുവദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഈ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഉപാധികൾ എടുത്തിട്ടും അതിൻ്റെ ഫെയിലിയർ മൂലം പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മെഡിക്കൽ ടെർമിനേഷനുള്ള ഒരു ഗ്രൗണ്ടായി കണക്കാക്കാറുണ്ട്. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള വിമൻ്റെ കേസുകളിൽ, മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള വിമൻ്റെ കേസുകളിലെല്ലാം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പെർമിറ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം റീസെൻ്റ്ലി ഡിസ്കസ് ചെയ്യപ്പെട്ടൊരു ഇഷ്യൂ ആണ് റൈറ്റ് ഓഫ് അൺമാരീഡ് വുമൺ ആൻഡ് മാരീഡ് വുമൺ ടു ടെർമിനേറ്റ് പ്രഗ്നൻസി. അതിൽ സുപ്രീം കോടതി ഒരു വിധിയിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായി, അൺമാരീഡ് വുമൺ, മാരീഡ് വുമൺ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ കാര്യത്തിൽ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. അതുപോലെ തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, മാരിറ്റൽ റേപ്പ് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഒഫൻസ് അല്ല. പക്ഷേ മാരിറ്റൽ റേപ്പിന് വിധേയയായ ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് മെഡിക്കൽ ടെർമിനേഷനുള്ള ഗ്രൗണ്ടായി സുപ്രീം കോടതി അംഗീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് മാരിറ്റൽ റേപ്പ് ഇന്ത്യയിലൊരു ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിലും മാരിറ്റൽ റേപ്പ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്കുള്ള ഒരു വാലിഡ് ഗ്രൗണ്ടാണ്. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ അബോർഷൻ പല ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെങ്കിലും അതിൽ പലരുടെയും ഒപ്പീനിയൻസ് ഡിവൈഡഡ് ആണെങ്കിലും ഇന്ത്യൻ നിയമം അത് അനുവദിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ദാറ്റ്സ് ഓൾ ഫ്രം മീ നൗ. ഐ എം സൈനിങ് ഓഫ്.